എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് ടഫായിട്ട് തോന്നുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The 10th and 18th term of an AP are 41 and 73 respectively. Find the 27th term. അപ്പോൾ 10th ടേമും 18th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് 27th ടേം ആണ്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. a10 എന്ന് പറയുന്നത് എന്താവും? a പ്ലസ് 10 മൈനസ് 1, അതായത് 9d ആവും a10 എന്ന് പറയുന്നത്. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 41 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ a18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? a പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 18 മൈനസ് 1. അപ്പോൾ 18 മൈനസ് 1 എന്ന് പറയുമ്പോൾ 17d ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 73. ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. നമ്മൾ ഇത് രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ്. നമ്മൾ ഇത് സോൾവ് ചെയ്തിട്ട് എൻ്റെയും ഡിൻ്റെയും വാല്യൂ കാണും. എന്നിട്ട് 27th ടേം നമുക്ക് അതിന് എഴുതാൻ പറ്റും. 27th ടേമിന്റെ ഇക്വേഷൻ എന്താ? ഇത് എഴുതിയ പോലെ a പ്ലസ് 27 എന്ന് പറയുമ്പോൾ 27 മൈനസ് 1 ഇൻറ്റു ഡി. 27 മൈനസ് 1 എന്ന് പറയുമ്പോൾ 26d ആണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എൻ്റെയും ഡിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 27th ടേം കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് 1 ഇംപ്ലൈസ് എന്താണ് നമുക്ക് കിട്ടുന്നത്? അതായത് a പ്ലസ് 17d ഈക്വൽ ടു 73 ആണ്. a പ്ലസ് 9d ഈക്വൽ ടു 41 ആണ്. a മൈനസ് a എന്താ? 0. 17d മൈനസ് 9d. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക? 8d ഈക്വൽ ടു 2 3 32. അപ്പോൾ d ഈക്വൽ ടു എന്താ? 32 ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ d നമുക്ക് 4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി ഈ 4 എന്നുള്ള വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഇടാം. അപ്പോൾ എന്താ? a പ്ലസ് 9 ഇൻറ്റു 4 ഈക്വൽ ടു 41. അപ്പോൾ a പ്ലസ് 36 ഈക്വൽ ടു 41. ദെൻ a ഈക്വൽ ടു 41 മൈനസ് 36 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഡിൻ്റെ വാല്യൂം കിട്ടി, എന്റെ വാല്യൂം കിട്ടി. ഇനി എന്താണ്? therefore a27 ഈക്വൽ ടു 5 plus 26 into 4 which is equal to 5 plus 26 into 4 എത്ര? 104 ആണ്. 26 into 4 ചെയ്താൽ കിട്ടുക. അപ്പോൾ ഇത് എത്ര ആവും? 109 ആണ് നമുക്ക്. therefore എന്താണ്? a27 ഈക്വൽ ടു 109 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ആൻസർ. അപ്പോൾ therefore 27th term is equal to 109 answer എഴുതണം. Arithmetic series, the sum of first 14 term is minus 203 and the sum of next 11 terms is minus 572. Find the arithmetic series. അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞുള്ളത്? ആദ്യത്തെ 14 ടേംസിന്റെ സം എന്ന് പറയുന്നത് മൈനസ് 203 ആണ്. പിന്നെ നെക്സ്റ്റ് 11 ടേംസ്, അതായത് ആദ്യത്തെ 14 കഴിഞ്ഞിട്ട് 15th ടേം മുതലുള്ള 11 ടേംസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 572 ആണ്. എന്നിട്ട് നമ്മൾ ആ അരിത്തമെറ്റിക് സീരീസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചുള്ളത്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നാണ് നമ്മൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞുള്ളത്. സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് മൈനസ് 203. അതായത് S14 എന്ന് പറയുന്നത്
എത്രയാണ്? -203 ആണ്. ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്ര? അപ്പോൾ ഇവിടെ 14 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഇവിടെ 14/2 ഇൻറ്റു 2a പ്ലസ് n എന്ന് പറയുന്നത് എത്ര? 14 ആണ്. 14 - 1 എന്ന് പറയുമ്പോൾ 13d. അപ്പോൾ ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 214ൽ 7 ടൈംസ് ഈ 7 -203 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 2a പ്ലസ് 13d. 2 times 9 is equal to 2a plus 13d equal to -29. നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്താ പറഞ്ഞത്? സം ഓഫ് നെക്സ്റ്റ് 11 ടേംസ് ഈസ് -572. അപ്പോൾ 11 ഇവിടെ n എന്ന് പറയുന്നത് എന്താ? 11 ആണ്. The -572 equal to 11/2 into 2 ഇവിടെ എന്താ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസിൽ എന്താണ്? 11 ടേംസിന്റെ സമ്മാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്തായിട്ടാ വരുന്നത്? ഈ മൊത്തമുള്ള അരിത്തമെറ്റിക് സീരീസിലെ 15th ടേം ആണ് ഫസ്റ്റ് ടേം ആയിട്ട് സം ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എക്ക് പകരം അപ്പൊ എന്താ എഴുതുക? 15th ടേമിന്റെ ഇക്വേഷൻ എന്താ? അപ്പോ 2a പ്ലസ് n-1, അതായത് 15 - 1, ദാറ്റ് ഈസ് 14d. അപ്പോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് 14d ആണ് ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. S11 എന്ന് പറയുന്നത് -572 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 11/2 ഇൻറ്റു 2 ഇൻറ്റു a. എന്ന് പറയുന്നത് ഇവിടെ എന്താ? a പ്ലസ് 14d ആ. ഇവിടുത്തെ a പ്ലസ് 14d ആണ് ഇവിടുത്തെ a. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. 2 ഇൻറ്റു a പ്ലസ് 14d പ്ലസ് n-1. n എന്താ? 11. 11 - 1 എന്ന് പറഞ്ഞാൽ 10. 10d. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി സോൾവ് ചെയ്യാണ്. -572 ഈക്വൽ ടു 11/2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 2a പ്ലസ് 28d. 2 ഇൻറ്റു 14 28 പ്ലസ് 10d is equal to 11/2 into 2a plus 38d. ഈ 11/2 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം അതെന്താവും? -572 ഇൻറ്റു 2/11 ആവും. ഈ 2 മുകളിലോട്ട് പോവും. 11 ഡിവിഷൻ ആയതുകൊണ്ട് 11 ന്യൂമറേറ്ററിലായതുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ വരും. 2a പ്ലസ് 38d. അപ്പോൾ 572 ഇത് എത്ര ടൈംസാ? 5 ടൈംസ് 2 ടൈംസ്. അപ്പോൾ 52 ഇൻറ്റു ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? -104. ഇത് സെക്കൻഡ് ഇക്വേഷൻ. അത് നമുക്കൊരു സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. 2a പ്ലസ് 38d ഈക്വൽ ടു -104. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ലീനിയർ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. അപ്പൊ 2a - 2a 0. 38d മൈനസ് 13d എന്താണ്? 38 - 13 5 2. അപ്പൊ എന്താ?
25D equal to minus 104 minus 29. ഇത് 2 minus 1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ 2 minus 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ 2a plus 38 minus equal to minus 104. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ ഇങ്ങനെ 2a minus 2a 0. 38d minus 13d എന്താ 25d minus 104 minus 29. അപ്പോൾ ഇത് എത്ര കിട്ടുക? minus 104 plus 29 ആവും. മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ 104. അപ്പോൾ ഇങ്ങനെ ഒന്ന് മൈനസും ഒന്ന് പ്ലസ് ആയാലും നമ്മൾ എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടും. വിച്ച് ഈസ് ഈക്വൽ ടു 104 29 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക? മൈനസ് 75 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഡി ഈക്വൽ ടു എത്രയാണ്? മൈനസ് 75/25 ഈസ് ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എത്ര കിട്ടി? മൈനസ് 3 എന്ന് കിട്ടി. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിന്റെ വാല്യൂ ഇട്ടാൽ എന്റെ വാല്യൂ കിട്ടും. മൈനസ് 29 ഈക്വൽ ടു 2a plus 13d ആണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ ഡിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാണ്. അപ്പോൾ മൈനസ് 29 ഈക്വൽ ടു 2a plus എന്താണ് 13 ഇൻറ്റു മൈനസ് 3. മൈനസ് മറക്കരുത്. അപ്പോൾ 2a മൈനസ് 39 എന്ന് കിട്ടും. ഈ 39 ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 39 ആവും. അപ്പോൾ മൈനസ് 29 പ്ലസ് 39 ഈക്വൽ ടു 2a എന്ന് കിട്ടും. മൈനസ് 29 പ്ലസ് 39 എന്ന് പറഞ്ഞാൽ എത്ര? 10 ഈക്വൽ ടു 2a വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു എന്താ? 10 ഡിവൈഡഡ് ബൈ 2 is equal to 5. അപ്പോൾ നമുക്ക് a equal to 5 കിട്ടി, d equal to മൈനസ് 3 കിട്ടി. ഇനി നമുക്ക് സീരീസ് എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾ ഈ സീരീസിലെ ഫസ്റ്റ് ടേം എന്താ? 5. സെക്കൻഡ് ടേം എന്താവും? 5 പ്ലസ് മൈനസ് 3, അതായത് 2 വരും. ഇനി 2 പ്ലസ് മൈനസ് 3. 2 പ്ലസ് മൈനസ് 3 ചെയ്താൽ എത്ര കിട്ടാ? മൈനസ് 1. മൈനസ് 1 പ്ലസ് മൈനസ് 3 മൈനസ് 4 മൈനസ് 7. ഇങ്ങനെയാണ് നമ്മൾ സീരീസ് പോണ്. അപ്പോൾ എന്തെന്നാ എഴുതുന്നുണ്ട്? ദ അരിത്മെറ്റിക് സീരീസ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണം. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 ബിറ്റ്വീൻ 100 and 300. അതായത് 100ന്റെ 300ന്റെ ഇടയിൽ വരുന്ന 9ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒക്കെ സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്താ കാണേണ്ടത്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടാലാണ് നമുക്ക് സമ്മ് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ എത്ര ടേംസ് ഉണ്ടെന്നും കാണണം. ഈ 100ന്റെ 300ന്റെ ഇടയ്ക്ക് എത്ര 9ന്റെ മൾട്ടിപ്പിൾസ് വരുന്നുണ്ടെന്നും നമുക്ക് കാണണം. അപ്പൊ ആദ്യം നമുക്ക് 100ന്റെ അടുത്തുള്ള നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ഏതാന്ന് അറിയാൻ എന്താ ചെയ്യാ? നമ്മൾ 100/9 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടാ? 11 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടുക? 1. അതായത് 11 ഇൻറ്റു 9 99 ആണ് 100ന്റെ താഴെ ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 99 പ്ലസ് 9 ചെയ്യണം. അപ്പോൾ 108 ആണ് ഇതിലെ ഫസ്റ്റ് ടേം. അപ്പോൾ a ഈക്വൽ ടു 108 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ടേം എന്താ? 300 വന്നുള്ളത്. അപ്പൊ നമുക്ക് 300നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 300നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടാ? 27 3 ടൈംസ് റിമൈൻഡർ 3 30ല് 3 ടൈംസ്. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3. അതായത് 300ന് 3 കുറച്ചുള്ള നമ്പറാണ് അതിൻ്റെ ഇത്. അതായത് 297 ആണ് 300ന്റെ അടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം എത്രയാണ്? 297 ആണ് ലാസ്റ്റ് ടേം. അതായത് ഇത് an ആണ്. 297 എന്ന് പറയുന്നത് an ആണ്. അപ്പൊ എന്നിട്ട് നമുക്ക് n കാണണം. a-ന്റെ ഇക്വേഷൻ എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ a നമുക്ക് കിട്ടി. പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്താ? 9ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ d n എത്ര? 297.
is equal to 108 minus 9 എത്ര 99 plus 9n. അപ്പോൾ 297 minus 99 equal to എന്താണ് 9n. 198 കിട്ടും. അപ്പോൾ 9n equal to 198. അപ്പോൾ n equal to എന്താ 198 divided by 9. 90ൽ 2 times, 80ൽ 2 times. അപ്പോൾ n equal to എന്താണ് 22. നമുക്ക് ഇവിടെ n equal to 22 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? a കിട്ടി, l കിട്ടി, n കിട്ടി. ഇനി നമുക്ക് സമ്മ് കണ്ടൂടെ? Sn equal to n by 2 into 2a plus n minus 1 into d. നമുക്ക് വേണം കാൽക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി അറിയാം. എന്താണ് സം എന്ന് പറയുന്നത്? n by 2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n by 2 n എന്ന് പറയുന്നത് എത്ര? 22 by 2 into ഫസ്റ്റ് ടേം എത്ര? 108 plus 297. Is equal to 11 into 405. അപ്പോൾ നമുക്ക് എത്ര കിട്ടാ സമ്മ്? അപ്പോൾ എന്നിട്ട് നമ്മൾ ആൻസർ എന്തെന്ന് എഴുതണ്ട്? The sum of all multiples of 9 between 100 and 300 is 4455. അങ്ങനെ ആൻസർ എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.